Hi students, welcome to the new class. Today we are going to discuss about cost and benefits of FDI. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കോസ്റ്റ് അതുപോലെ തന്നെ ബെനഫിറ്റ്സ് ഹോം കൺട്രിക്കും ഹോസ്റ്റ് കൺട്രിക്കും എങ്ങനെയാണ് എന്നാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇൻ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് 2 കൺട്രീസ് ആർ ഇൻവോൾവ്ഡ്. ഒരു ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? രണ്ട് രാജ്യങ്ങളാണ് പ്രധാനമായിട്ടും ഇൻവോൾവ് ചെയ്യുന്നത്. ഒന്ന് ഹോം കൺട്രി എന്നറിയപ്പെടുന്നു, മറ്റൊന്ന് ഹോസ്റ്റ് കൺട്രി എന്നും അറിയപ്പെടുന്നു. ദ ബിസിനസ് ഒറിജിനേറ്റഡ് ഇൻ എ കൺട്രി ഈസ് കോൾഡ് ഹോം കൺട്രി. ഏത് രാജ്യത്താണോ ഒരു ബിസിനസ് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത്, ഉദ്ഭവിച്ചിട്ടുള്ളത്, ഉണ്ടായിട്ടുള്ളത്, ആ രാജ്യമാണേത് ഹോം കൺട്രി എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഹോസ്റ്റ് കൺട്രി എന്ന് പറയുമ്പോഴോ, ഏത് രാജ്യത്താണോ മറ്റൊരു രാജ്യത്തു നിന്നും ബിസിനസ് കൊണ്ടുവന്ന് ഇവിടെ തുടങ്ങിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഏത് രാജ്യത്തു നിന്നാണോ വിദേശ നിക്ഷേപം ഏത് രാജ്യത്തേക്കാണോ എത്തിയിട്ടുള്ളത്, ആ രാജ്യമാണേത് ഹോസ്റ്റ് കൺട്രി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹോസ്റ്റ് കൺട്രി എന്ന് പറയുമ്പോൾ ആതിഥേയത്വം സ്വീകരിക്കുന്ന രാജ്യം, മറ്റൊരു രാജ്യത്തിൻ്റെ ആതിഥേയത്വം മറ്റൊരു രാജ്യത്തെ ക്ഷണിക്കുന്ന രാജ്യമാണേത് ഇത്. സോ ഹോം കൺട്രിയുമുണ്ട്, ഹോസ്റ്റ് കൺട്രിയുമുണ്ട്. ഇതിനുള്ള കോസ്റ്റ് ആൻഡ് ബെനഫിറ്റ്സ്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കോസ്റ്റ് ആൻഡ് ബെനഫിറ്റ്സ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ആദ്യമായിട്ട് ഹോം കൺട്രിക്ക് എന്തെല്ലാം ബെനഫിറ്റാണ് കിട്ടുന്നത് എന്നാണ് പറയുന്നത്. ഹോം കൺട്രി, അതായത് ഹോം കൺട്രിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഒരു ബിസിനസ് ഒറിജിനലി സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. ഹോം കൺട്രിയിൽ നിന്നും ഹോസ്റ്റ് കൺട്രിയിൽ പോയിട്ടാണ് ബിസിനസ് ചെയ്യുന്നത്. ഹോം കൺട്രിയിലുള്ള ഒരു ബിസിനസ് ഫേം എന്ത് ചെയ്യുന്നു, ഹോസ്റ്റ് കൺട്രിയിലേക്ക് പോയിട്ട് ബിസിനസ് ചെയ്യുന്നു. അങ്ങനെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് കൊണ്ട് ഹോം കൺട്രിക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ, ഇൻഫ്ലോ ഓഫ് ഫോറിൻ കറൻസീസ് ഇൻ ദ ഫോം ഓഫ് ഡിവിഡൻഡ്, ഇൻട്രസ്റ്റ്, കമ്മീഷൻ എക്സെട്ര. ഹോസ്റ്റ് കൺട്രിയിൽ പോയിട്ട് ഹോം കൺട്രിയിലെ ഒരു ബിസിനസ് ഫേം ബിസിനസ് ചെയ്യുന്നതിലൂടെ ഹോം കൺട്രിയിലേക്ക് ഫോറിൻ കറൻസി എന്ത് ചെയ്യുന്നു, ഇൻഫ്ലോ ചെയ്യുന്നു. ഇവിടേക്ക് ഹോം കൺട്രിയിലേക്ക് എന്ത് ചെയ്യുന്നു, ഫണ്ട് ഫ്ലോ ഉണ്ടാകുന്നു. ഫണ്ടിൻ്റെ ഇൻഫ്ലോ, ക്യാഷിൻ്റെ ഇൻഫ്ലോ ഉണ്ടാകുന്നു ഫോറിൻ കറൻസി ആയിട്ട്. ഇൻ ദ ഫോം ഓഫ് ഡിവിഡൻഡ്, ഏതെല്ലാം രൂപത്തിലാണ്? ഡിവിഡൻറ്റിൻ്റെ രൂപത്തിൽ, ഇൻട്രസ്റ്റിൻ്റെ രൂപത്തിൽ, പ്രോഫിറ്റിൻ്റെ രൂപത്തിൽ ഒക്കെ എന്ത് ചെയ്യുന്നു, ഹോം കൺട്രിയിലേക്ക് എന്ത് ചെയ്യുന്നു, ഫോറിൻ കറൻസിയുടെ ഇൻഫ്ലോ ഉണ്ടാകുന്നു. FDI ഇൻക്രീസസ് എക്സ്പോർട്ട് ഓഫ് മെഷീനറി, എക്യുപ്മെൻറ്റ്, ടെക്നോളജി, ലേബർ, മെറ്റീരിയൽ. എന്താ പറയുന്നത്? FDI എന്ത് ചെയ്യുന്നു, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ത് ചെയ്യുന്നു, മെഷീനറിയുടെ കയറ്റുമതി, എക്യുപ്മെൻറ്റിൻ്റെ കയറ്റുമതി, ടെക്നോളജിയുടെ കയറ്റുമതി, ലേബറിൻ്റെ കയറ്റുമതി, മെറ്റീരിയൽസിൻ്റെ കയറ്റുമതിയൊക്കെ എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്വാഭാവികമായിട്ടും ഡെവലപ്ഡ് കൺട്രിയിൽ നിന്നും ഡെവലപ്പിംഗ് കൺട്രീസിലേക്കാണ് വരുന്നത്. സോ ഇൻ ഡെവലപ്പിംഗ് കൺട്രി ദ റിസോഴ്സസ് മേ ബി സ്കാസ്. റിസോഴ്സസ് ഒക്കെ എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. ലേറ്റസ്റ്റ് ടെക്നോളജിയിലുള്ള മെഷീനറികൾ അൺഅവൈലബിൾ ആയിരിക്കും, ഉണ്ടാവില്ല. എക്യുപ്മെൻറ്റുകൾ ഉണ്ടാവില്ല, ടെക്നോളജികൾ ഉണ്ടാവില്ല, ലേബർ ഉണ്ടാവില്ല, മെറ്റീരിയൽസ് ഉണ്ടാവില്ല. സോ എക്സ്പോർട്ട് ഓഫ് മെഷീനറി, എക്യുപ്മെൻറ്റ്, ടെക്നോളജി, ലേബർ, മെറ്റീരിയൽസ് ആർ റിക്വയർഡ് ഫ്രം ദി ഡെവലപ്ഡ് നാഷൻ ടു ദി ഡെവലപ്പിംഗ് നാഷൻ. സോ ഇറ്റ് ടേൺസ് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് ഇൻ ദി ഹോം കൺട്രി. അതെന്തിന് കാരണമാവുന്നു? ഹോം കൺട്രിയിൽ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് നടത്തുന്നതിന് കാരണമാവുന്നു. ആൻഡ് ഇറ്റ് ക്രിയേറ്റ്സ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഹോസ്റ്റ് കൺട്രിയിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യുന്നു, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്, ഹോം കൺട്രിക്ക് ക്രിയേറ്റ് ചെയ്ത് കിട്ടുന്നുണ്ട്. അതുപോലെ ലേൺ സ്കിൽസ് ആൻഡ് ഇൻ്റർനാഷണൽ എക്സ്പോഷർ എന്ത് ചെയ്യുന്നു, ഹോം കൺട്രിക്ക് എന്ത് ചെയ്യുന്നു, ഹോസ്റ്റ് കൺട്രിയിൽ നിന്നും പുതിയ സ്കില്ലുകൾ ലേൺ ചെയ്യാനും അതുപോലെ ഒരു ഇൻ്റർനാഷണൽ എക്സ്പോഷർ നേടിയെടുക്കുവാനൊക്കെ സാധിക്കുന്നുണ്ട്. ഇതാണ് ഒരു ഹോം കൺട്രിക്ക്
ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ കിട്ടുന്ന പ്രധാനപ്പെട്ട ബെനിഫിറ്റുകൾ. അടുത്തതാണ് കോസ്റ്റ് ടു ഹോം കൺട്രി. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ഹോസ്റ്റ് കൺട്രിയിൽ പ്ലേസ് ചെയ്യുന്നതോട് കൂടിയിട്ട്, അല്ലെങ്കിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ ഫണ്ട് പോകുന്നതോടെ, ഹോം കൺട്രിയിലേക്ക് പോകുന്നതോട് കൂടിയിട്ട് എന്തെല്ലാമാണ് ഹോം കൺട്രിക്ക് ഉണ്ടാവുന്ന ചിലവ് എന്നുള്ളതാണ്, ഡിസഡ്വാൻറ്റേജസ് എന്നുള്ളതാണ് പറയുന്നത്. റിസോഴ്സസ് എക്സ്പ്ലോയിറ്റേഷനാണ് ഒന്നാമത്തത്. രാജ്യത്തെ റിസോഴ്സിന് എന്ത് ചെയ്യുന്നു? എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. അതുപോലെ ലെസ് കൺട്രോൾ ഓൺ ഫേംസ്. ഹോസ്റ്റ് കൺട്രിയിലുള്ള ഫേമിൻ്റെ മുകളിൽ എന്താണ്? ലെസ് കൺട്രോൾ ആയിരിക്കും. ആൻഡ് ദർ ഈസ് എ ചാൻസ് ഫോർ സബ് സ്റ്റാൻഡേർഡ് ഓർ ചീപ്പ് പ്രൊഡക്റ്റ്. എന്ത് ചെയ്യുന്നു? പലപ്പോഴും ഹോസ്റ്റ് കൺട്രിയിലേക്ക് പോകുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുന്നു? സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. സോ ദാറ്റ് ഈസ് എ ഡിസ്അഡ്വാൻറ്റേജ് ഓർ കോസ്റ്റ് ടു ഹോം കൺട്രി. ദെൻ ബെനിഫിറ്റ്സ് ടു ദി ഹോസ്റ്റ് കൺട്രി. ഹോസ്റ്റ് കൺട്രിക്ക് എന്തെല്ലാം ബെനിഫിറ്റുകളാണ് കിട്ടുന്നത്? ഇൻ ഹോസ്റ്റ് കൺട്രി എ ഫോറിൻ കമ്പനി സ്റ്റാർട്ടിങ് ദെയർ ബിസിനസ്. ഒരു ഫോറിൻ കമ്പനി എന്ത് ചെയ്യുന്നു? സ്റ്റാർട്ട് ചെയ്യുന്ന ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഹോസ്റ്റ് കൺട്രിയിലാണ്. അല്ലെങ്കിൽ ഒരു ഫോറിൻ കമ്പനി ഓർ ഫോറിൻ കൺട്രി ഇൻവെസ്റ്റിംഗ് ഇൻ ദ ബിസിനസ് ഇൻ ദി ഹോസ്റ്റ് കൺട്രി. ഹോസ്റ്റ് കൺട്രിയിലുള്ള ഒരു ബിസിനസ്സിലായിരിക്കും എന്ത് ചെയ്യുക? ഒരു ഫോറിൻ കൺട്രി എന്ത് ചെയ്യുക? നിക്ഷേപിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു ഹോസ്റ്റ് കൺട്രിക്ക് എന്തെല്ലാം ബെനിഫിറ്റുകളാണ് കിട്ടുന്നത് എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ റിസോഴ്സ് ട്രാൻസ്ഫർ എഫക്റ്റ് ആണ്. റിസോഴ്സിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് മൂലമുള്ള എഫക്റ്റ്. അതുപോലെ എംപ്ലോയ്മെൻറ്റ് എഫക്റ്റാണ് മറ്റൊന്ന്. എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട്. റിസോഴ്സ്, രാജ്യത്തുള്ള റിസോഴ്സുകളെ പരമാവധി എന്ത് ചെയ്യുന്നു? ഉപയോഗിക്കുവാനും റിസോഴ്സിനെ ട്രാൻസ്ഫർ ചെയ്യുവാനും ഒക്കെ എന്ത് ചെയ്യുന്നു? സാധിക്കുന്നുണ്ട് ത്രൂ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. സോ അതൊരു ബെനിഫിറ്റാണ്. മാനേജീരിയൽ സ്കില്ല് നേടിയെടുക്കാൻ സാധിക്കുന്നു, അതൊരു ബെനിഫിറ്റാണ്. എഫക്റ്റ് ഓൺ കോമ്പറ്റീഷൻ, കോമ്പറ്റീഷനിലൊരു എഫക്റ്റ് ഉണ്ടാവുന്നു. അതുപോലെ തന്നെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ എന്ത് ചെയ്യുന്നു? എഫക്റ്റ് ചെയ്യുന്നു. ബാലൻസ് ഓഫ് പേയ്മെൻറ്റിലെ ഡെഫിസിറ്റിനെ മീറ്റ് ചെയ്യാൻ എന്ത് ചെയ്യുന്നു? സാധിക്കുന്നു. എക്കണോമിക് ഗ്രോത്തിന് കാരണമാകുന്നു. എക്കണോമിക് സ്റ്റിമുലേഷന് കാരണമാകുന്നുണ്ട് ഹോസ്റ്റ് കൺട്രിയിലെ. ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ, ഹ്യൂമൻ ക്യാപിറ്റലിനെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ ഇൻക്രീസ് ഇൻ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഹോസ്റ്റ് കൺട്രിയിൽ എന്ത് ചെയ്യുന്നു? വർദ്ധിക്കുന്നതിന് കാരണമാവുന്നു. അതുപോലെ ആക്സസ് ടു മാനേജ്മെൻറ്റ് എക്സ്പെർട്ടൈസ്, സ്കിൽസ് ആൻഡ് ടെക്നോളജി. മാനേജ്മെൻറ്റ് എക്സ്പെർട്ടൈസിലും സ്കിൽസിലും ടെക്നോളജിയിലേക്കൊക്കെ എന്ത് ചെയ്യുക? ഒരു ആക്സസ്, ഒരു പ്രവേശനം ലഭിക്കുന്നു. ഇതൊക്കെയാണ് ഹോസ്റ്റ് കൺട്രിക്ക് കിട്ടുന്ന ബെനിഫിറ്റ്. ഫോർ എക്സാമ്പിൾ, അമേരിക്കൻ IT companies investing in Indian IT companies, or American IT companies outsourcing their business activities into India. ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നുണ്ട്? അമേരിക്കൻ ബിസിനസ് കമ്പനീസ്, IT കമ്പനീസൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ബിസിനസ്സുകളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതിലൂടെ എന്ത് ചെയ്യുന്നു? ഇന്ത്യയിലുള്ളവർക്ക് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി കിട്ടും, റിസോഴ്സ് ട്രാൻസ്ഫർ സാധ്യമാകും, ബാലൻസ് ഓഫ് പേയ്മെൻറ്റിലെ ഡെഫിസിറ്റുകൾ ഇത് കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ എക്കണോമിക് ഗ്രോത്തിന്, എക്കണോമിക് സ്റ്റിമുലേഷനൊക്കെ കാരണമാവുന്നു. ഹ്യൂമൻ ക്യാപിറ്റൽ ഡെവലപ്മെൻറ്റിന് കാരണമാവുന്നു. കാരണം എന്ത് ചെയ്യുന്നു? ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ എന്ത് ചെയ്യുന്നു? സ്വാഭാവികമായിട്ട് ഹ്യൂമൻ ക്യാപിറ്റൽ എന്ത് ചെയ്യുന്നു? ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നു. ആൻഡ് ദി ലാസ്റ്റ് വൺ, കോസ്റ്റ് ടു ഹോസ്റ്റ് കൺട്രി. ഒരു ഹോസ്റ്റ് കൺട്രിക്ക് എന്തെല്ലാമാണ് കോസ്റ്റ് വരുന്നത്, ചെലവ് വരുന്നത് ത്രൂ FDIയിലൂടെ ഒരു ഹോസ്റ്റ് കൺട്രിക്ക് എന്തെല്ലാമാണ് ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഇൻറ്റൻസിഫൈയിങ് കോമ്പറ്റീഷൻ ഇൻ ദി ഹോസ്റ്റ് കൺട്രിയിൽ എന്ത് ചെയ്യുന്നു? ഇൻറ്റൻസിഫൈയിങ് കോമ്പറ്റീഷൻ ഉണ്ടാകുന്നു. ഇറ്റ് അഫക്റ്റ് ദ ഡൊമസ്റ്റിക് ട്രേഡേഴ്സ് ഓർ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ്. അതെന്ത് ചെയ്യുന്നു? ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനെ എന്ത് ചെയ്യുന്നു? ബാധിക്കുന്നു. മൾട്ടിനാഷണൽ കമ്പനീസ് ഇംപ്രൂവിങ് ദെയർ സെയിൽസ്, ബട്ട് ദ ഡൊമസ്റ്റിക് കമ്പനീസ് ഡിക്രീസിങ് സെയിൽസ്. അവരുടെ സെയിൽസ് ഡിക്രീസ് ചെയ്യുന്നതിന് കാരണമാവുന്നു. ഡൊമസ്റ്റിക് കമ്പനീസിൻ്റെ, മൾട്ടിനാഷണൽ കമ്പനീസിൻ്റെ സെയിൽസ് ഇൻക്രീസ് ചെയ്യുന്നതിന്, അവരുടെ ഗ്രോത്തിനും കാരണമാവുന്നു. സോ ദാറ്റ് ഇസ് എ കോസ്റ്റ് ടു ഹോസ്റ്റ് കൺട്രി. അതുപോലെ തന്നെ നെഗറ്റീവ് എഫക്റ്റ് ഓൺ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. എന്ത് ചെയ്യുന്നു? ഹോസ്റ്റ് കൺട്രിക്ക് നെഗറ്റീവ് എഫക്റ്റാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് is a type of exporting or is a type of importingൻ്റെ ഒരു രൂപമാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നു? നെഗറ്റീവ് എഫക്റ്റാണ് വരുന്നത്. ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദി
റിസോഴ്സസ് ഈസ് അനദർ കോസ്റ്റ് ടു ഹോസ്റ്റ് കൺട്രി. എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദി നാച്ചുറൽ റിസോഴ്സസ്. ഫോറിൻ കമ്പനീസ് അല്ലെങ്കിൽ ഫോറിൻ കൺട്രിയിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നതിലൂടെ നമ്മുടെ രാജ്യത്തെ നാച്ചുറൽ റിസോഴ്സുകളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിന് കാരണമാകുന്നു എന്നാണ് പറയുന്നത്. പൊളിറ്റിക്കൽ റിസ്കിനൊക്കെ കാരണമാവുന്നു എന്ന് പറയപ്പെടുന്നു. സോ ദീസ് ആർ ദി കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ടു ദി ഹോം കൺട്രി ആൻഡ് ഹോസ്റ്റ് കൺട്രി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഈ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. താങ്ക് യു.